إن الحمد لله الواحد القهار مهيمن الغفار العزيز الجبار شديد اللقاب غافر الذنب قابل التوبة إليه الإياب عليه الحساب بسم الله ما شاء الله كان لم يلد ولم يولد ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم ألم يكن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون أتى رمضان مزرعة العباد لتطهير القلوب من الفساد പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പരമകാരുണികനായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും യഥാർത്ഥ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സ്നേഹമുള്ളവർ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യർക്ക് പ്രധാനമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കോടാനുകോടി അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ഒരനുഗ്രഹമാണ് പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാനുള്ള അവസരം ലഭിക്കുക എന്നത്. 11 മാസക്കാലത്തെ പാപഭംഗിരമായ ജീവിത ചുറ്റുപാടിനെ കഴുകി വൃത്തിയാക്കാനും നന്നാകാനുമുള്ള ഒരവസരമാണ് ഈ റമദാൻ. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. നമ്മുടെ തോളോട് തോൾ ചേർന്ന് നമസ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് സഫുകളിൽ കാണുവാൻ സാധിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ മരണമാകുന്ന സത്യം അവരെ തലോടി അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് അവർ പുൽകി.
ഇങ്ങനെ പല നിലക്കുള്ള അത്ഭുതകരമായ സംഭവങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നാടൊട്ടുക്ക് നടക്കുന്നു. വ്യത്യസ്ത കോഡുകളും വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ചിഹ്നങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലഹരിയുടെ മേഖലകളിലേക്ക് ചെറുപ്രായത്തിലുള്ള കുട്ടികൾ പോലും നടന്നെടുക്കുന്നു. പല ബീച്ചിന്റെയും ഇരുട്ട് മാത്രം കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ 17കാരനും 15കാരനും പഫ് വിടുന്ന അഥവാ പുകവലിക്കുന്ന രംഗങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഈ നിലയ്ക്ക് എവിടെയെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നു എന്നറിയാൻ കഴിയാത്ത രൂപത്തിലായി എൻ്റെ ഒരു സുഹൃത്തിന്റെ സംസാര മധ്യയുള്ള ഒരു സംഭവം. തറാവീഹ് നമസ്കാരത്തിന് എല്ലാവരും വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിൽ വെച്ചുകൊണ്ട് തറാവീഹ് നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ പള്ളിയിൽ പോകാത്ത സുന്നിപ്പള്ളിയിലെ ഒരു താത്ത വന്നിട്ട്, അഥവാ സുന്നി കുടുംബത്തിലെ താത്ത വന്നിട്ട് ആ മുജാഹിദ് പള്ളിയിലെ സഹോദരിയെ തോണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്റെ വീട്ടിൽ പോലീസുകാരും നാട്ടുകാരും ഒക്കെയുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി വീട്ടിലെത്തുന്ന സമയത്ത് കാണുന്ന കാഴ്ച കരളിന്റെ കഷ്ടമായിട്ട് കബുതായിട്ട് കണ്ടിരിക്കുന്ന മകള് തന്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചുകൊണ്ട് അവരുടെ സമാഗമം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ നാട്ടുകാർ പിടികൂടിയതാണ്. ഒരു തറാവീഹ് നമസ്കാരത്തിന് പോലും പള്ളിയിലേക്ക് മകളെയോ മകനെയോ വിശ്വസിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾ നമ്മളെ പച്ചക്ക് പറ്റിക്കുകയും ചതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഊടും പാവും എല്ലാം തേനും മലരും എല്ലാം നൽകി വളർത്തുന്ന മക്കൾ നമ്മെ അറിയാതെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ പല നിലക്കുള്ള അവസ്ഥാവിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫിലസ്തീനിൽ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ കൊന്ന് കൊലവിളി നടത്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യം നടന്നുകൊണ്ടിരിക്കുന്നു. കുനൂത്ത് നമ്മൾ വിത്തറിലെ കുനൂത്തിലൂടെയല്ല അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് സങ്കടങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക കാലഘട്ടത്തിലാണ്. പോരാത്തത് അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ 5ഓളം മർത്തവകളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥാവിശേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്തിഗ്ഫാറുമായിട്ട് തൗബയുമായിട്ട് സ്വതക്കയുമായിട്ട് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരല്ല നമ്മളെല്ലാവരും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പിഞ്ചു കുഞ്ഞ് കളിപ്പാട്ടത്തിനെ വാശി പിടിച്ച് കരയുന്നത് സമാനമായിക്കൊണ്ട് കൊഞ്ചിക്കൊണ്ടും കെഞ്ചിക്കൊണ്ടും റബ്ബിലേക്ക് നമ്മൾ അടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ സങ്കടങ്ങൾ ഓരോന്നും നുള്ളിപ്പൊറുക്കി പറയുന്നു. റബ്ബിനോട് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റബ്ബേ, ഇന്ന സമയത്ത് ഇന്നടത്ത് വെച്ച് ഇന്നത് ഞാൻ ഇന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട് റബ്ബേ, പൊറുക്കണം റഹ്മാനായ റബ്ബേ എന്ന് റബ്ബിനോട് കെഞ്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആശയോടുകൂടിയും പേടിയോടുകൂടിയും അവർ നമ്മോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഖുർആനിൽ പറയപ്പെട്ടതുപോലെ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി സൽകാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വരുമായിരുന്നു. അതുപോലെ ആശയോടുകൂടിയും പേടിയോടുകൂടിയും അവർ നമ്മോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആ സമയമാണ് നമ്മളിപ്പോൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും ഒരു സമയവും അനാവശ്യമായിട്ട് കളയാനില്ല, ഒന്നും കളയാനില്ല. വെറുതെ ഇരിക്കുമ്പോഴോ മൂലയിലിരിക്കുമ്പോഴോ ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും അവൻ നമസ്കരിക്കുന്നവനെ പോലെയാണ്. പള്ളിയിലേക്ക് പള്ളികളിലേക്ക് കാലടികൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ പോലും അവൻ അതിന്റെ കൂലി സ്വർഗത്തിലേക്കുള്ള മാർഗം വാതായനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളുമായിട്ട് നമ്മൾ ഈ ദിനരാത്രങ്ങളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ സ്വഭാവം അവസാനത്തെ 10 അവിടുന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുണ്ട് മുറുക്കിയെടുക്കുന്നു. അഴിഞ്ഞു വീഴാത്ത രൂപത്തിൽ മുണ്ട് മുറുക്കി ശക്തമായിട്ട് മുറുക്കിയെടുത്തതിന് ശേഷം വീട്ടുകാരെ മുഴുവൻ ആ വീട്ടുകാരുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അതുപോലും ആ 10 ദിനരാത്രങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, അഥവാ ലൈംഗിക ജീവിതം പോലും മാറ്റിവെച്ചുകൊണ്ട് പള്ളിയിലായിരിക്കെ ഇഅ്തികാഫിലായിരിക്കെ അത് പാടില്ലല്ലോ. ആ ഹറാമായ ഒരു കാര്യമായിട്ട് അതിനെ പരിചയപ്പെടുത്തിയിട്ട് ആ ബന്ധത്തെ പറ്റി അങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിനരാത്രങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി കുടുംബത്തെ മുഴുവൻ വിളിച്ചുണർത്തുന്നു. എന്നിട്ട് രാത്രിയെ ഉറങ്ങാതെ
ഒരുറക്കവുമില്ലാതെ പരമാവധി പകൽ സമയം അതിനുവേണ്ടി കുറച്ചുറങ്ങിയിട്ട് നിശാന്തയാമ വേളകളിൽ ഒന്നാം ആകാശത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് ആ പ്രതീക്ഷയോടുകൂടി ആരുടെന്നോട് ചോദിക്കാൻ ഞാൻ അവന് ഉത്തരം നൽകാമെന്ന നിശ്ചയത്തോടു കൂടി റബ്ബ് ഒന്നാം ആകാശത്ത് നിൽക്കുന്ന വേളയിൽ ആ മനുഷ്യരെല്ലാവരും റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറുമായിട്ട് അടുക്കുവാൻ ശ്രമിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുക്കെ പാപം ചെയ്തുവാനും ഏത് വൻപാപങ്ങൾ ഒഴികെ ചെറുപാപങ്ങളാണല്ലോ നമ്മളിലേക്ക് വന്നുവിടുക. ആ പാപങ്ങൾ ചെയ്താലും ശരി അല്ലാഹു പൊറുക്കുവാൻ സന്നദ്ധനാണ്. തൗബ എന്ന വാക്കിന്റെ അർത്ഥം മടക്കം എന്നാണല്ലോ. ഇവിടുന്ന് മലപ്പുറത്തേക്കോ മറ്റേതെങ്കിലും കോഴിക്കോട് ഭാഗത്തേക്കോ ഏതിന് പോകുന്നു ചോദിക്കുമ്പോൾ ഒരാൾ ഈ വഴി കാണിച്ചു തരൂലല്ലോ. കാണിക്കുന്നത് ആ വഴിയാണ്, എന്നാൽ ഇയാൾ സഞ്ചരിക്കുന്നത് ഈ വഴിയാണ്. ഈ വഴി എങ്ങനെ പോയാലും തെക്കൻ ജില്ലയിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ, അതൊരിക്കലും വടക്കേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പോകുന്ന ദിശ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് ശേഷം നിങ്ങൾ ഇതിലെ പോയാലാണ് ഇവിടേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ആ വാശി പിടിക്കാതെ ആ മാർഗത്തിൽ നിന്നും വണ്ടി റിവേഴ്സ് എടുത്ത് തിരിഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തിന് സമാനമായി താൻ ജീവിക്കുന്ന ഈ ചുറ്റുപാട് ജീവിത പാപഭംഗിലമായ കാര്യമാണെന്നും മലീമസമാണെന്നും ബോധ്യപ്പെട്ടതിന് ശേഷം അത് മടക്കിയിട്ട് റബ്ബിലേക്ക് തൗബ ചെയ്തിട്ട് ഖേദിച്ച് മടങ്ങി ആ റബ്ബിന്റെ സമക്ഷത്തേക്ക് എല്ലാം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കുവാൻ വേണ്ടിയുള്ള അവസരമാണ് ഈ അവസാനത്തെ പത്തിലെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലൊരു ജീവിതം നയിക്കുവാൻ നമുക്കുണ്ടായിരുന്ന തടസ്സം ശൈത്വാനായിരുന്നു. ശൈത്വാൻ ഇദാ ജാ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത് ശയാത്തീൻ വസുഫിദത് മറദത് ശയാത്തീൻ. പിശാചിന്റെ മുഴുവൻ മോട്ടുകൾക്കും അല്ലാഹു ചങ്ങലയിട്ട് അവനാലുണ്ടാകുന്ന മുഴുവൻ കെടുതികൾക്കും ഒരു പ്രത്യേകതരം പ്രതിരോധം നമുക്ക് മനസ്സുകളിൽ സ്ഥാപിച്ചു തന്നു. അങ്ങനെ ഈ മാസമായി കഴിഞ്ഞാൽ മറ്റു മാസങ്ങളിലുള്ളതുപോലെ ഒരു സുരക്ഷിതത്വം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തിനും ഏതിനും ഒരു വഖാറ്, ഒരു ഗാംഭീര്യം, ഒരു ബഹുമാനം, ഒരാദരവ് ഈ മാസത്തോടും ഇതിലെ നിരാത്രങ്ങളോടും ഇതിലെ കർമ്മങ്ങളോടും. ആ പള്ളിയിലേക്ക് സാധാരണ അഴകുഴമ്പൻ രൂപത്തിൽ ആ പള്ളിയിലേക്ക് വരുന്ന മനുഷ്യൻ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, ആ പള്ളിയിൽ ഇരിക്കുന്നു, ആ പള്ളിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നു, സുന്നത്തുകളെല്ലാം നമസ്കരിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഓരോ വേളകളും ഇഫ്താറിന്റെ സമയം സാധാരണ ഭക്ഷണത്തിന് കാണിക്കുന്നതിനേക്കാൾ അച്ചടക്കത്തോടുകൂടി അതിന്റെ മുമ്പിൽ പ്രാർത്ഥനാ മനസ്സുമായിട്ട് നിൽക്കുന്നു. നമ്മൾ സാധാരണ കളഞ്ഞു കുളിക്കാറുള്ള സുന്നത്താണല്ലോ ഇഫ്താറിന്റെ സമയത്തുള്ള സുന്നത്തുകൾ. ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറയാം റബ്ബിനോട്. ഒരിക്കലും റബ്ബ് തള്ളിക്കളയാത്ത സമയമാണ്. ആ സമയത്താണ് ബത്തക്കന്റെ നിറത്തിന്റെ പ്രശ്നങ്ങളും മുസമ്പിയുടെ പുളിയുടെ മേഖലകളെ സംബന്ധിച്ചും സുക്കിരിയാണോ അതല്ല മറ്റേതെങ്കിലും ഈത്തപ്പഴം അജുവ ഈത്തപ്പഴമാണോ അതിന്റെ വിലകളെ പറ്റിയുള്ള വല്യങ്ങാടി പോയാൽ വില കുറയും, അവിടെ പോയാൽ വില കൂടും, ഇന്നിടത്ത് 1300 മറ്റിടത്ത് 700 എന്ന ചർച്ചകൾ നടക്കുന്നത് ഈ വേളയിലാണ്. അതുപോലെ ഡ്രസ് എടുക്കുന്ന ചർച്ചകൾ നടക്കുന്നത് ആ വേളയിലാണ്. മൈന്യൂട്ടായ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഗൗരവത്തിൽ കാണേണ്ട ആ 10 മിനിറ്റ്, അവസാനത്തെ 10 മിനിറ്റ്, ആ 10 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് പ്രധാനമായിട്ട് റബ്ബിനോട് അവനവന്റെ ആ ദിവസത്തെ നോമ്പ് സ്വീകരിക്കപ്പെടാൻ ഓരോ രാത്രിയിലും നിശ്ചിത ആളുകളെ, എല്ലാവരും അല്ല, നിശ്ചിത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൻ സൗമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. 2000 ആ കിലോമീറ്ററുകളോളം ആ മാസക്കണക്കിന് നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ആ മനുഷ്യന് സാധിക്കത്തക്ക രൂപത്തിൽ പുണ്യകർമ്മങ്ങളുമായിട്ട് നോമ്പിനെ അവൻ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആ രാത്രിയിൽ ആ നോമ്പ് സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അതുവരെ നരകത്തിലായിരുന്ന മനുഷ്യനെ അല്ലാഹു ആ രാത്രി മോചിപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും ഓരോ രാത്രിയും അല്ലാഹു മോചിപ്പിക്കുന്നുണ്ട്. ഈ മഹല്ലത്തിൽ 1000 ആളുകളുണ്ടെങ്കിൽ അതിലൊരാൾ മാത്രമാണ് സ്വർഗത്തിൽ പോകൂ എന്ന് നമ്മോടൊരാൾ പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ കേട്ടാൽ നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കും. ഒരാൾ മാത്രം 1000-ൽ ഒരുവനെ സ്വർഗത്തിൽ പോകൂ എന്ന് കേട്ടാൽ
നമ്മൾ ജാഗ്രത പാലിക്കൂലേ, ശ്രദ്ധിക്കൂലേ, പിന്നീട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തൂലേ? പെടുത്തും. പക്ഷേ ഇങ്ങനെയുള്ള ധാർമ്മികമായ മുഴുവൻ ജീവിത മേഖലകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ 4 മേഖല. 1 മുസ്ലിം ആവണം, 2 മുഅ്മിനാവണം, 3 മുത്തഖിയാവണം, 4 മുഹ്സിനീൻ ആകണം. സുഹൃതങ്ങൾ ചെയ്ത് ഇഹ്സാനോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യനാവണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും പടച്ച റബ്ബ് നമുക്ക് പടച്ചു തന്നിരിക്കുന്നത് തോന്നിയതുപോലെ അവനവന്റെ തന്നിഷ്ട പ്രവൃത്തി ജീവിക്കുവാനല്ല, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനാണ്, നന്മകൾ ചെയ്യുവാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള പദവിയാണ് മുഹ്സിനീൻ എന്നറിയുന്ന പദവി. അതിന്റെ താഴെ വരുന്നതാണ് മുത്തഖീൻ എന്നറിയുന്ന പദവി. ആ ലഅല്ലക്കും തത്തഖൂൻ, ഇസ്ലാം കാര്യങ്ങളിലെ 5 കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത് തഖ്വയാണ്. ആ തഖ്വ നേടുവാനുള്ള അവസരമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹതുമൻ മഖ്ദിയ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നാളെ പരലോകത്ത് നരകത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വരാത്തവനായിട്ട് ഒരാളുമില്ല. എല്ലാവരെയും നരകത്തിന്റെ മുമ്പിൽ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മുമ്പിൽ നിരത്തി നിർത്തും. ثم ننجي الذين اتقوا, പിന്നീട് അവരുടെ കൂട്ടത്തിൽ സൂക്ഷ്മത, ധർമ്മനിഷ്ഠ, താപസുരക്ഷിതരായിട്ട് ജീവിക്കുവാൻ പരിശ്രമിച്ച ആളുകളെ ആ നരകത്തിന്റെ മുമ്പിൽ നിന്നും അല്ലാഹു രക്ഷിക്കും. അക്രമികളായിട്ടുള്ള ആളുകളെ, ധിക്കാരം പ്രവർത്തിച്ചവർ, ഖുർആനെ അവഗണിച്ചവർ, നന്മകളെ അവഗണിച്ചവർ, നമസ്കാരത്തെ അവഗണിച്ചവർ, സക്കാത്തിനെ അവഗണിച്ചവർ, സമ്പത്തുണ്ടായിട്ടും പണമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്ന ആളുകൾ, ആ നിലയ്ക്ക് ഹറാമുകൾ പ്രവർത്തിച്ച ആളുകൾ, എല്ലാവരെയും അല്ലാഹു മുട്ടുകുത്തിയ നിലയിൽ നരകത്തിലേക്ക് ആനയിക്കുന്ന വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യത്തെപ്പറ്റി ഖുർആൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നു, ബോധ്യപ്പെടുത്തുന്നു. അപ്പോ ചില്ലറയല്ല, ആ തഖ്വയാണ് നമ്മോട് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തത് വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂന്റെ ആ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ലൈസൽ മുഅ്മിനു ബിത്ത്ആൻ വൽ ലആൻ വൽ ഫാഹിഷ് വൽ ബദിയ. ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, അശ്ലീലം പറയുന്നവനോ, അനാവശ്യം പറയുന്നവനോ, ശാപവാക്ക് ഉപയോഗിക്കുന്നവനോ, ആ നില കുത്തുവാക്ക് ഉപയോഗിക്കുന്നവനോ അല്ല വിശ്വാസി എന്നറിയപ്പെടുന്നത്. ഈമാൻ കാര്യങ്ങളിലെ 6 കാര്യങ്ങളിലും കളഞ്ഞ് അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി അടുത്തതോ മുസ്ലിമാണ്. ആരാണ് മുസ്ലിം? മുസ്ലിം നമ്മൾ പറഞ്ഞതാണ് കയ്യിനെയും നാവിനെയും മറ്റെല്ലാ അവയവങ്ങളെയും മറ്റുള്ളവർക്കെതിരാകുന്ന വിഷയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ. എന്റെ കയ്യിന്റെ ഉപദ്രവത്തിൽ നിന്നും, എന്റെ നാവിന്റെ ഉപദ്രവത്തിൽ നിന്നും, നോട്ടത്തിന്റെ ഉപദ്രവത്തിൽ നിന്നും, പെരുമാറ്റങ്ങളിൽ നിന്നും എല്ലാത്തിലും നിങ്ങൾ രക്ഷപ്പെട്ടവരായി തീരുക എങ്കിൽ ഞാൻ മുസ്ലിം ആവുന്നു. ഞാൻ രക്ഷപ്പെട്ടാൽ നിങ്ങൾ മുസ്ലിം ആയിത്തീരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളിലെ 5 കാര്യങ്ങളും അനുഷ്ഠിക്കുന്നവൻ യഥാർത്ഥ മുസ്ലിമാണ്. ഈ പറയപ്പെട്ട 4 മേഖലകൾ നമ്മൾ അലങ്കരിക്കണം. ഈ 4 മേഖലകൾ അലങ്കരിച്ചാൽ സ്വർഗത്തിൽ കുടുംബസമേതം നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നു. എന്നാൽ അതിന് നമുക്കുള്ള തടസ്സം 4 കാര്യങ്ങളാണ്. അതിലൊന്ന് ശൈത്വാനാണ്. രണ്ടാമത്തേത് നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ശത്രുക്കൾ 4ആണ്. ഒന്ന് പിശാച്ചാണ്, രണ്ടാമത്തേത് നമ്മൾ തന്നെയാണ്, മൂന്നാമത്തേത് നമ്മുടെ നാവാണ്, നാലാമത്തേത് നമ്മുടെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളാണ്. ഈ 4 ശത്രുക്കളോട് പടവെട്ടിയിട്ട് വേണം നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ. അതിൽ പ്രധാനമായിട്ട് ശൈത്താൻ. ആ ശൈത്വാനെ സംബന്ധിച്ചിടത്തോളം ഫത്തഖിദൂഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി കൊണ്ട് തന്നെ കാണണം. ആ നമ്മുടെ ആപാദ ചൂടം നരകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് കരാറെടുത്തുകൊണ്ട് വന്നിട്ട് മനുഷ്യന്റെ വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തൂടെയും മുകൾ ഭാഗത്തൂടെയും താഴ്ഭാഗത്തൂടെയും വഴിവക്കിൽ വെച്ചും പള്ളിയിലെ പോകുന്ന വക്കിൽ വെച്ചും കല്യാണ സദസ്സുകളിൽ വെച്ചും ഹറാമിന്റെ വേളകളിൽ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം പതിയിരുന്ന് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ആസകലം പ്രവർത്തിക്കുന്ന അതിന് കഴിയുന്ന ആളാണ് ശൈത്വാൻ. ആ ശൈത്വാനും അവന്റെ കൂട്ടാളികളും പല നിലക്ക് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ യൗമുൽ ഖിയാമ, അന്ത്യനാൾ വരെ അവർ ചില ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. പള്ളിയിലും സ്വസ്ഥതല്ല. ഞാനൊരു വിഷയം പഠിക്കുന്ന സമയത്ത് മരണസമയത്ത് പോലും സ്വസ്ഥത തരാത്തവൻ,
മരിക്കുന്ന സമയത്ത് മരണാസന്നനായിട്ട് മരണവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്നിട്ട് അവൻ ആ നിലക്ക് പല സങ്കടങ്ങളും പല ചിന്തകളും പല ബോധ്യങ്ങളും നമ്മളിലേക്ക് ഇട്ടുതരും. ബാധ്യത തീർന്നിട്ടില്ലല്ലോ, എന്നിട്ടാണോ പോണത്? പോകാനായിട്ടുണ്ടോ? ആ നിലയ്ക്ക് ഈ വേദന രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ വരെ നമ്മൾ പ്രേരിപ്പിക്കുന്നു. റബ്ബിനെ പറ്റിയുള്ള അശുഭകരമായ സംസാരങ്ങൾ ഉണ്ടാക്കുന്നു, കുടുംബത്തെ പറ്റി അശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്നതിന് പകരം രാഗിയിട്ടോ മറ്റേതെങ്കിലും മഹാത്മാക്കളെ വിളിച്ചിട്ടോ നമ്മളെ കഠോരമായ ശിർക്കിലേക്കും നരകത്തിലേക്കും എത്തിക്കുന്ന രൂപത്തിൽ നമ്മുടെ അവസ്ഥയിലേക്ക് ഇടപെടാൻ വേണ്ടി മരണസമയത്ത് പോലും നമ്മെ കടന്നാക്രമിക്കുന്നവനാണ് ശൈത്വാൻ. അവനെ ശത്രുവായി കണ്ട് അവന്റെ ഏതേ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും കൂച്ചുവിലങ്ങിടുവാൻ വേണ്ടി അവന് എതിരാകുന്ന കർമ്മങ്ങളും അവന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാണ്. നമ്മൾ നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്നു. റബ്ബനാ വലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു. ആ നിലക്ക് നമ്മൾ നമ്മോട് തന്നെ അക്രമം പ്രവർത്തിക്കുന്ന സ്വഭാവമുണ്ട്. മനുഷ്യന്റെ മനസ്സ് അവനെ തെറ്റ് ചെയ്യുവാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന്റെ മനസ്സ് ഒരേ സമയം ദുഷ്ടതയും അതുപോലെ തന്നെ സൂക്ഷ്മതയും തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. മനുഷ്യന്റെ മനസ്സ് മനുഷ്യൻ അവനെ നരകത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിന് കാരണം തന്നിഷ്ടങ്ങളാണ്. തന്നിഷ്ടം. നല്ല രാവിലെ നല്ല സുബൈ സമയത്ത് കിടന്നുറങ്ങുമ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് പോകുന്ന ശ്രമത്തെ തന്നിഷ്ടം കാരണം അവൻ മുന്നോട്ടായിരുന്നു. ഏതേത് സൽക്കർമ്മം ഞാൻ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ ഒരാളുടെ ബുദ്ധിമുട്ട്, ഒരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഒരു 5000 രൂപ അയാൾക്ക് എന്റെ വക സ്വതക്ക കൊടുക്കണം എന്ന് വിചാരിച്ചു. ആ വിചാരിച്ചത് മുതൽ അവന്റെ മനസ്സും ശൈത്വാനും അവന്റെ പിന്നാലെ കൂടും. അത് എങ്ങനെയെങ്കിലും മഞ്ജൂറാക്കും. നിങ്ങൾ ആരോട് സാമ്പത്തികമായി വാഗ്ദാനം ചെയ്ത് നോക്കി, കൊടുക്കണ സമയത്ത് പിശാചിടപെട്ടിട്ടുണ്ടാവും. നമുക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവസാനം ആ 4500 ആ കടം വീട്ടിക്കൂടെ, പലചരക്കിന്റെ വീട്ടിക്കൂടെ, പച്ചക്കറി കടയിൽ കൊടുത്തൂടെ, എന്തിനാ ഇത് കൊടുക്കരുത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും വടക്കാക്കി അരിക്കാക്കി മൂലക്കാക്കി അവനാനാക്കുക എന്ന് പറയില്ലേ, ആ നിലയ്ക്ക് നമ്മെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുമോ ഇത് രണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും. അടുത്ത ശത്രു നാവാണ്. എല്ലില്ലാത്ത 2 അവയവങ്ങൾ, ജനനേന്ദ്രിയവും അവന്റെ നാവും, ഇവ രണ്ടും മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുവാൻ പോന്നതാണ്. പ്രവാചകന്റെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യം, നബിയെ, എന്റെ ശരീരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പാപം എനിക്ക് വന്നുപെടുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ നാവാ പഠിച്ചത്. എന്നിട്ട് നാവിനെ പിടിച്ച് പ്രവാചകൻ പറഞ്ഞത്, അംസിക്കിൽ ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം. കിരികിരുത്തുകൊണ്ട് അഥവാ നാവിങ്ങനെ ശ്രമിച്ചുകൊണ്ട് നാവ് കൊണ്ട് പറയത്തക്ക രൂപത്തിലേക്ക് അതിങ്ങനെ വരാൻ ശ്രമിക്കുമ്പോൾ കടിഞ്ഞാണിടണം. കോപത്തിനും ക്ഷമക്കുമൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് പോലെ നാവ് കൊണ്ട് പറയുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് മൻഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. വാ തുറക്കുമ്പോൾ, എപ്പ തുറക്കുമ്പോഴും ആരുടെ മുമ്പിൽ തുറക്കുമ്പോഴും വാ തുറക്കുന്ന വേളയിൽ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം എന്റെ അമലോ കേൾക്കുന്നവന്റെ അമലോ കളയുന്നതാണോ, ഇതുകൊണ്ട് എനിക്കോ അവനോ വല്ല ഗുണമുണ്ടോ, ഇത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് ആലോചിച്ചിട്ട് തുറന്നാൽ മതി. ഇല്ലെങ്കിലോ മിണ്ടാതിരിക്കുക. ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചൊറിയോലോ, നമ്മോട് ചൊറിഞ്ഞ് സംസാരിക്കുമല്ലോ, അപ്പോൾ നമുക്കിങ്ങനെ മറുപടി പറയാൻ വരും, ഉണ്ടാക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളോട്. പിന്നെ മക്കൾ ഇതിൽ കുറെ ഇരിക്കുന്നുണ്ട്, ഉമ്മയും ഉപ്പയും ഒക്കെ ആ നിലയ്ക്ക് നമ്മളെ ഉപദേശത്തിന്റെ രൂപത്തിൽ പല രൂപത്തിലൊക്കെ വന്ന് ഓരോന്ന് പറയുമ്പോൾ നമ്മൾ മറുപടി പറയാനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ന്യായമല്ലാത്ത വിഷയത്തിൽ ഇപ്പം എൻ്റെ ഉമ്മ ഉണ്ടാവും. എൻ്റെ ഉമ്മാക്കളുടെ ഒരു സ്വഭാവം, ചില സമയത്ത് നമ്മൾ മനസ്സാ വാച കർമ്മാണ് അറിയാത്ത ചില വിഷയങ്ങൾ ഉമ്മട് പറയും, പക്ഷെ നമ്മൾ തിരുത്താൻ നിൽക്കലില്ല. തിരുത്താൻ നിന്ന് അവിടെ വേറെ വിഷയം ഉണ്ടാവുക. എന്നിട്ട് നല്ല മൂടുള്ള സമയത്ത് പോയിട്ട് ഉമ്മ അതങ്ങനെയല്ല,
അതിങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതങ്ങനെ ഇനി കടാട കഴിഞ്ഞു, അതല്ല തുടക്കത്തിൽ അതങ്ങനെ ഒന്നല്ല, നിങ്ങൾ പറഞ്ഞ വെറുതെ ഓരോന്നുണ്ടാക്കി പറയാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അവിടെ അവസ്ഥ. അവിടെ വരെ നമ്മൾ സൂക്ഷിക്കുകയാണല്ലോ. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമു ഖൽബുഹു ലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമു ലിസാനുഹു. നാവും ഹൃദയവും ശരിയാവാതെ വിശ്വാസം ശരിയാവില്ല. വിശ്വാസം ശരിയാവാതെ ഒന്നും ശരിയാവില്ല. സ്വർഗത്തിലും കിടക്കാൻ കഴിയില്ല, ഒരു നേട്ടവും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. അവസാനമായിട്ട് നമ്മുടെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. അനുകൂല സാഹചര്യങ്ങൾ ഏതാണ്? ആ സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. സുദീർഘമായ ഒരു ഹദീസിൽ കാണാം, അതിന്റെ ആശയം പറയാം. അഥവാ നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ നോമ്പ് നിൽക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ തറാവീഹ് നമസ്കരിക്കുന്നവർ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നവർ, ഇഫ്താറുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ, തുറക്കാൻ കൂടെ ഇരിക്കുന്ന ആളുകൾ, 1ഉം 2ഉം സഫിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ, ഈ ആളുകളെല്ലാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സുത്യർഹമായ കർമ്മങ്ങളാണ്, പുണ്യകർമ്മങ്ങളാണ്. സ്വതക്ക ഏറ്റവും കൂടുതൽ ആ നാട്ടിൽ കൊടുത്ത മനുഷ്യനായിരിക്കും, സക്കാത്ത് കൊടുത്ത അയാളായിരിക്കും. അയാളത്ര ഉംറ ആരും ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ ചെയ്തത്ര ഹജ്ജും ആരും ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ ദാനം ചെയ്ത പോലെ ആരും ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ അധികാരങ്ങൾ ചെല്ലുന്ന പോലെ ആരും ചെയ്തിട്ടുണ്ടാവില്ല, അയാൾ സുന്നത്തസ്കരിക്കുന്ന പോലെ ആരും നിസ്കരിച്ചിട്ടുണ്ടാവില്ല, അയാളുടെ സംസാരം പോലെ ഒരു സംസാരം ആ നാട്ടിലാരും സംസാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒറ്റക്കായി തീർന്നാൽ ഹറാമ് ചെയ്യുന്ന മനുഷ്യനാ. ഒറ്റയ്ക്ക് ഹറാമ് ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങൾ നാളെ അല്ലാഹു ധൂളിയാക്കി പറത്തിക്കളയുന്ന. ഇത് കേട്ടിട്ട് സ്വഹാബാക്കറാം പേടിച്ചിട്ടാണ് നബിയോട് ചോദിച്ചത്, നബിയെ അവരെ പറ്റി പറഞ്ഞു തരണം, അവരുടെ ഹൃദയങ്ങൾ പെട്ടുപോകുമ്പോൾ ഭയപ്പെടുന്നു. പ്രവാചകൻ പറഞ്ഞു, അവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറയുന്നു, നമ്മുടെ കൂട്ടത്തിൽ അവരുണ്ടാവാം. ഒറ്റക്കായി തീർന്നാൽ ഹറാമ് ചെയ്യാം. മൊബൈൽ ഫോണുകളിലാവട്ടെ, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കേണ്ട പ്രായം എത്രയെന്ന് അറിയോ? ഇവിടെ അടുത്തല്ലേ തിരൂര് ഭാഗത്തൊരു കുട്ടി 1ാം ക്ലാസ്സുകാരനെ കുളിമുറിയിൽ പോയിട്ട് കെട്ടിത്തൂങ്ങി മരിച്ചത്. എന്തേ കാരണം? മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കുട്ടികളെ ആ ഫോണുമായി എന്ന് ബന്ധപ്പെട്ട അന്ന് മുതൽ സ്വഭാവം മോശമായി കഴിഞ്ഞിട്ടില്ലേ? റീൽസ് കാണുന്ന മാനസികമായ ഒരു പരിഭ്രാന്തിയായി മാറിയിട്ടില്ലേ? അവരെ കയ്യിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ നമ്മോട് കയർക്കാറില്ലേ? അവർ നമ്മോട് ഷൗട്ട് ചെയ്യാറില്ലേ? അതുവരെ കാണാത്ത ഒരു പ്രത്യേകതരം പൈശാചികമായ ഒരു പ്രവണത അവർ നമ്മൾ കാണാൻ സാധിക്കും നമുക്ക്. എന്തുകൊണ്ട്? 20 വയസ്സിന് ശേഷമാണ്, അഥവാ അന്തം കുന്തം വെക്കാന്ന് പറയില്ല നമ്മള്, ഏകദേശം മെച്ചൂരിറ്റി ഉള്ള സമയത്താണ് കുട്ടികളുടെ കയ്യിൽ കൊടുക്കേണ്ടത്. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ അവരുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് കൊടുക്കുക എന്നല്ലാതെ അത് കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങാൻ സാധിക്കണം. എപ്പോഴും പാരന്റിങ് കൺട്രോളുള്ള മൊബൈൽ ഫോണുകളാണ് കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അവരെന്ത് കാണുന്നു നോക്കും നമ്മുടെ കൺട്രോളിലായിരിക്കണം എന്ന് മനസ്സിലാക്കാം. ജനലിൽ പിടിച്ചു കയറുന്ന കുട്ടിയെ നമ്മൾ വേഗം വലിച്ചിടല്ല, കുട്ടിയുടെ അടുത്ത് നമ്മൾ നിർത്തുക. കുട്ടി കയറണം, അതിൻ്റെ അടുത്ത് നോക്കി നിൽക്കണം നമ്മൾ. ആ കയറ്റം കഴിഞ്ഞാൽ പിന്നെ ചോദിക്കൂല, പിന്നെ കയറാൻ. കത്തി വേണമെന്ന് പറഞ്ഞ് കുട്ടി വാശി പിടിക്കും, ആ കത്തി നമ്മൾ കൊടുക്കുന്നു. നമ്മൾ നോക്കണം കുട്ടി എന്താ കത്തി കൊണ്ട് കാണിക്കുന്നത്. കഴുത്തു കത്തി കൊടുത്ത് പോകുക എന്ന് പറയില്ല, അങ്ങനെ ആവരുത്. ആ കൊടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ നിരീക്ഷിക്കണം. അത് മുറിക്കാം, അത് ഇനി മുറിച്ചാൽ കയ്യ് മുറിയും, അതുകൊണ്ട് ഇങ്ങോട്ട് തന്നാളാം, അത് വാങ്ങണം. ഇങ്ങനെ ഒക്കെ ഒരു കൺട്രോളിങ്ങിലാണെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇതെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവസാനം നമ്മൾ പിന്നീട് ഖേദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവരുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം, നമ്മളെ സൂക്ഷിക്കണം, ശൈത്വാനെ സൂക്ഷിക്കണം. ഈ സൂക്ഷ്മതയോടുകൂടിയാണ് മുന്നോട്ട് പോവേണ്ടത്. കാരണം ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഈ സൂക്ഷ്മത വരുന്നത് അവനവന്റെ ഹൃദയത്തിൽ നിന്നാണ്. ആ മനസ്സിനെ ആരാണോ വിജയിപ്പിച്ചത്, ആ മനസ്സിനെ ആരാണോ സൽക്കർമ്മം കൊണ്ടും മറ്റെല്ലാം കൊണ്ടും ആത്മീയമായ സംസ്കരണം നേടിയത്, അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, ആ മനസ്സിനെ മലീമസമാക്കിയവൻ അവൻ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് നമ്മളാരും ഇഷ്ടപ്പെട്ടിട്ടല്ല, അള്ളാന്റെ തീരുമാനം അനുസരിച്ച് വന്നതാ. പല ആൾക്കാരും പറയാറില്ലേ, ഞാൻ ശരിക്കും ഈ വീട്ടിലല്ല ജനിക്കേണ്ടത്, ആ വലിയ സാമ്പത്തികമായി കഴിവുള്ള മനുഷ്യന്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ സുഖമാണ്.
മര്യാദക്കൊരു ചോറോ മര്യാദക്കൊരു നല്ല കാര്യമോ ഒന്നും തന്നെ ഒരു ടൂറ് പോകാൻ പോലും കഴിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി വളരെ പരാധീനതയിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കൂട്ടുകാരുടെ നല്ല നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല നല്ല വാഹനത്തിൽ പോകുന്നു, എനിക്കതൊന്നുമില്ലല്ലോ. അയാളുണ്ടാക്കിയ മതിലിന്റെ കാശുണ്ടെങ്കിൽ എൻ്റെ വീടിന്റെ വാർപ്പ് പൂർത്തിയാക്കാമായിരുന്നു എന്നൊക്കെ സങ്കടങ്ങളുമായിട്ട് മനുഷ്യങ്ങനെ പറയാൻ നിങ്ങൾ നിങ്ങളെക്കാൾ എല്ലാ നിലക്കും കുറഞ്ഞവനിലേക്ക് താഴെയുള്ളവനിലേക്ക് നിങ്ങൾ നോക്കണം, ഉയർന്നവനിലേക്ക് നോക്കരുത്. അതിനുശേഷം പറഞ്ഞ വർത്തമാനമാണ് മഹത്തരമായ വർത്തമാനം. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും നല്ലത് എന്ന് പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഇഷ്ടത്തിനല്ല ഈ ദുനിയാവിൽ വന്നത്, അള്ളാന്റെ തീരുമാനപ്രകാരം. അങ്ങനെ ഈ ദുനിയാവിൽ വന്ന നമ്മൾ ജീവിക്കേണ്ടത് അള്ളാന്റെ തൃപ്തിയും ഇഷ്ടവും അനുസരിച്ചാണ്. ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നായിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഏകദേശം നമുക്ക് എത്ര വരെ പോകാം? 6 മണി, 6:15, 6:15 വരെ. അപ്പോ ആ നിലയ്ക്ക് മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ മനസ്സിനെ നന്നാക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത അയലുമ കയറിയ കോഴിയെ പോലെ എന്നാ പറയാ. അയലുമ കയറിയ കോഴി കണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കളിച്ചോണ്ടു അല്ല, ഇതുപോലെ മനുഷ്യന്റെ മനസ്സ്. ഒന്നുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞത് ഇൻഖിലാബ് സിന്ദാബാദ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മാറ്റം വേണം, മാറ്റം വേണം. കൽബെന്ന് പറഞ്ഞാൽ മാറി മറയുന്നത് എന്നാണല്ലോ. ഇൻഖിലാബ് അല്ലെ, മാറി മറിയുന്നത്, അതാണ് അയലുമ കയറിയ കോഴിയെ പോലെ. ഒന്നുകൂടി മനസ്സിലാക്കാൻ പറഞ്ഞാല് ഒരു 500ന്റെ കെട്ട് 5000 രൂപ, അത് 500 രൂപ വരുന്ന ഒരു കെട്ട് ഇങ്ങനെ റോട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകണ്. ആ പോണ സമയത്ത് ഇത് കണ്ടപ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് പറയും അതെടുത്തോ, പല ആവശ്യങ്ങളുണ്ടല്ലോ, എടുത്തോ. ആ സമയം തന്നെ മനസ്സമ്മോട് പറയും എടുക്കണ്ട, കാരണം തറയിൽ പോയത് എടുക്കാൻ പാടില്ലല്ലോ. പിന്നെ വീണ്ടും പറയുന്നു ഒന്നുകിൽ അയാൾ എടുക്കും അല്ലെങ്കിൽ എടുക്കാതിരിക്കും. അത് എടുത്തിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി പരസ്യപ്പെടുത്തുകയോ മറ്റു ചെയ്യുമാറ്. ഒരേ സമയം ആ മനുഷ്യന്റെ മനസ്സവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം അതാണ് കൽബ്, മാറി മറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ 2 വിരലുകൾക്കിടയിലാണത്രേ ഓരോ മനുഷ്യന്റെയും ഹൃദയം എന്ന് പറയുന്നത്. ആ റബ്ബിന് ഏത് സമയത്തും അത് മാറ്റിമറിക്കുവാൻ സാധിക്കും. അത് ചെയ്യും റബ്ബ്. അതുകൊണ്ടാണ് യാ മുഖല്ലിബൽ ഖുലൂബ് യാ മുസർരിഫൽ ഖുലൂബ് എന്ന് പ്രാർത്ഥിക്കുന്നത്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ മാറ്റിമറിക്കല്ല, സത്യദീനിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ തൗഹീദിന്റെ മേഖലയിൽ, ഇഖ്ലാസിന്റെ മേഖലയിൽ, ദീനിന്റെ മേഖലയിൽ, സ്വർഗത്തിന്റെ സുവർണ പാതയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനമായിട്ട് പണ്ഡിതന്മാർ 3 പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നത് കാണാം. അതിലൊന്ന് റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഒരു പ്രാർത്ഥന നമ്മോടെപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഖുർആനിലെ പ്രാർത്ഥനകളിൽപ്പെട്ട പ്രാർത്ഥനയാണ്. സന്മാർഗ സരണിയിലായതിനു ശേഷം റബ്ബേ എന്റെ ഹൃദയത്തെ നീ ഈ ദീനിൽ നിന്നും തെറ്റിക്കല്ല എന്ന പ്രാർത്ഥന. രണ്ടാമത്തേത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ ഈ ദീനിൽ, ഞങ്ങളുടെ ഹൃദയത്തെ ഈ ദീനിൽ നീ അടിയുറപ്പിച്ച് നിർത്തണേ. അതുപോലെ തന്നെ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബേ തവഫനാ മുസ്ലിമീന, മുസ്ലിമീങ്ങളായിക്കൊണ്ട് ഞങ്ങളെ നീ മരിപ്പിക്കണമേ. വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഈ 3 പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചുകൊണ്ട് മനസ്സ് പതറാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ മനസ്സിലാക്കിയിട്ട് ഖുർആൻ പഠിച്ചിട്ട് അതുപോലെ തന്നെ ദീന് മനസ്സിലാക്കിയിട്ട് സുന്നത്തുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു. ആശ്വാസം നൽകുന്ന, കരുത്ത് നൽകുന്ന ഖുർആനിലെ വചനങ്ങളാണ് ഇത്. ഇന്നല്ലദീന ഖാലൂ, തീർച്ചയായും യാതൊരു കൂട്ടർ അവർ പറയുന്നു റബ്ബന ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. സുമ്മസ്തഖാമു, പിന്നീട് എങ്ങനെയാണോ നിലകൊള്ളേണ്ടത് അപ്രകാരം നിലകൊള്ളുകയും ചെയ്യുന്നു. യഥാർത്ഥ ബാന്ധാവിൽ, സത്യസരണിയിൽ ഫഹദൈനാഹു നജ്ദൈൻ, തെളിഞ്ഞു കാണുമാറ് പൊന്തി നിൽക്കുന്ന 2 പാതകളെ നിങ്ങൾക്ക് നാം കാണിച്ചു തന്നു. ഒന്ന് സ്വർഗത്തിലേക്കുള്ളതും ഒന്ന് നരകത്തിലേക്കുള്ളതും. അത് തെളിഞ്ഞ വ്യക്തമായ പാതയാണ്. ആ പാത സ്വർഗത്തിന്റെ
സ്വർഗത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് അത് തിരഞ്ഞെടുക്കാം, നരകത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് അതും തിരഞ്ഞെടുക്കാം. ആ സ്വർഗത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാവാം. മനുഷ്യർക്ക് മാത്രമാണ് അല്ലാഹു ചോയ്സ് കൊടുത്തിരിക്കുന്നത്, ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. എനിക്ക് വേണമെങ്കിൽ തോന്നിവാസിയായിട്ട് ജീവിക്കാം, ഒരാളും ചോദിക്കൂല. 20 കഴിഞ്ഞ് എന്നോട് ആരാ ചോദിക്കാനുള്ളത്? ആരെങ്കിലും ചോദിക്കോ? കാരണം എന്താ? പക്വതയും പെണ്ണും കെട്ടി മക്കളുമായി വിവരം വെള്ളിയാഴ്ചക്ക് വന്നോനാ, ഓനോട് ഇനി പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം നന്മയേത് തിന്മയേത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ആളാണ് ഇയാള്. ജ്യേഷ്ഠന്മാരോ വാപ്പയോ അവിടെ പ്രത്യേക നിയന്ത്രണം ഒന്നും ഉണ്ടാവൂല, കാരണം വാപ്പാക്കൊത്ത മകനായി തീർന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് എന്നാൽ സൽപാന്താവിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാലോ ആരെങ്കിലും ചോദിക്കോ? എന്തിനു നന്നായത് ചോദിക്കോ? ഒരിക്കലും ചോദിക്കൂല. ഈ നിലയ്ക്ക് ചോയ്സ് മനുഷ്യന് മാത്രമുള്ളൂ. നല്ല രൂപത്തിൽ ജീവിക്കാം, മോശപ്പെട്ട രൂപത്തിൽ ജീവിക്കാം. പോത്തിനോ പട്ടിക്കോ പൂച്ചക്കോ മറ്റൊരു ജീവികൾക്കും ആ ചോയ്സ് ഇല്ല. മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യത്യസ്തനാകുന്നത് സവിശേഷ ബുദ്ധിയും ആശയവിനിമയവും ഉള്ളത് കൊണ്ടാണ്. സംസാരിക്കാനുള്ള കഴിവും സവിശേഷ ബുദ്ധിയുമാണ് മറ്റു മൃഗങ്ങളെ തൊട്ട് മനുഷ്യൻ വ്യതിരക്തനാകുന്നത്. അത് റബ്ബ് നൽകിയിട്ടുണ്ട്. ആ നൽകിയതനുസരിച്ചുകൊണ്ട് അവന് മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പല നിലക്കുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകും. ആ സമയത്തെല്ലാം മനുഷ്യന്റെ മനസ്സ് പതറാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. നമുക്ക് മനസ്സ് നന്നാവണം. റമദാൻ കൊണ്ട് ലഭിക്കുന്നത് ആ നേട്ടമാണ്. മനുഷ്യന്റെ മനസ്സ് പല വിധത്തിലുണ്ട്. കൽബൻ മുത്മഇന്നുൻ, കൽബൻ സലീമുൻ, കൽബൻ സക്കിയുൻ, കൽബൻ ത്വയ്യിബുൻ എന്ന മറ്റൊരു മനുഷ്യന്റെ മനസ്സെങ്ങനെയാണ്? കൽബൻ സഖീമുൻ, കൽബൻ മരീദുൻ, കൽബൻ ഖബീസുൻ. മരണാസനായി കിടക്കുന്ന ആളുടെ തലയുടെ ഭാഗത്ത് മലക്കുൽ മൗത്ത് വന്നിട്ട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഈ ലോകത്തുള്ള ജീവിതത്തിൽ എല്ലാ നിലക്കും റബ്ബിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും സ്വന്തം കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലുമെല്ലാം ആ നിലക്ക് സംതൃപ്തിയടഞ്ഞ് സംതൃപ്തമായ മനസ്സോടുകൂടി മരണപ്പെട്ട ആശ്വാസമടഞ്ഞ ഹൃദയത്തിന്റെ ഉടമ ഖൽബുൻ സലീമുൻ ഇല്ലാമൻ അത്തല്ലാഹു ഖൽബുൻ സലീം. അല്ലാഹു രക്ഷപ്പെട്ട ഋജുവായ വക്രതയില്ലാത്ത ചൊവ്വായ ആ ഹൃദയം മനസ്സ് നൽകിയ ആളുകൾക്കല്ലാതെ അവർക്ക് മാത്രമാണ് രക്ഷ എന്നറിയപ്പെടുന്നത്. ഖൽബുൻ സക്കിയുൻ അഥവാ ആത്മസംസ്കരണം നേടിയിട്ടുള്ള ഹൃദയം. അതുപോലെ തന്നെ ഖൽബുൻ ത്വയ്യിബുൻ നല്ല ഹൃദയം എന്നറിയപ്പെടുന്ന ഹൃദയം. ഇങ്ങനെ പല നിലക്ക് പണ്ഡിതന്മാർ അതിനെ പറയപ്പെടുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രത്യേകതകൾ അതൊക്കെ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും മനസ്സ് നന്നാകാന് പല കാര്യങ്ങളും ലോകത്ത് നമുക്ക് കാണുവാൻ കേൾക്കാൻ സാധിക്കുന്നു, അല്ലേ? സംസാരം നന്നാവാനും സ്പീച്ച് തെറാപ്പി ഉണ്ട്. അതുപോലെ തന്നെ വക്രതയില്ലാത്ത നേരായ ശുദ്ധ മലയാള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാം. ഉപയോഗിക്കുന്ന ഉപയോഗങ്ങൾ അങ്ങനെ ശ്ലാഘനീയം എന്നൊക്കെ കേട്ട ആൾക്കാർ വല്ലാത്ത വാക്കാണ്. ജുഗുപ്സാവഹം എന്ത് നല്ല വാക്കാണ്, അല്ലേ? അങ്ങനെ കേൾക്കുമ്പോൾ പക്ഷെ അർത്ഥങ്ങൾ കരിക്കലോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊരിക്കലും ശ്ലാഘനീയം എന്ന് പറയുമ്പോഴോ ജുഗുപ്സാവഹം എന്ന് പറയുമ്പോഴോ സംഘർഷഭരിതം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ ഭാഷ എന്ന് പറയാനല്ലാതെ നല്ല ഭാഷകൾ ഉപയോഗിക്കാം. അതല്ല, മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ നയന മനോഹരം എന്ന് പറയുമ്പം കണ്ണിന് നല്ല സുന്ദരമായ, കാഴ്ചക്ക് സുന്ദരമായ എന്നപ്പാണ് ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നയനാനന്ദകരം എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഭാഷാ പ്രയോഗങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവർ ചിലപ്പോൾ എന്തപ്പത് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ മനുഷ്യൻ ആ നല്ല മനസ്സോടുകൂടി നല്ല രൂപത്തിൽ സംസാരിക്കാൻ പല ട്രെയിനിങ്ങും നാടൊട്ടുക്ക് നടന്നു വരുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ല പ്രാസംഗികനാകാൻ സാധിക്കുന്ന ഓരോ പരിപാടികളുണ്ട്. ഏറ്റവും നല്ല സംരംഭകനാകാൻ, ഏറ്റവും നല്ല ബിസിനസ്മാനാകാൻ വേണ്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും നല്ല പ്രബോധകനാകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഏകദേശം 17ഓളം പോയിന്റുകളാണ് ആ വിഷയത്തിൽ പറയുന്നത്. 17ഓളം പോയിന്റുകൾ. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ മനസ്സ് നന്നാക്കാനുള്ള മാർഗങ്ങൾ. കരുണയുള്ളവനാവുക, സ്നേഹമുള്ളവനാവുക, മാതൃകായോഗ്യനാവുക, ഇതെല്ലാം മനുഷ്യന്റെ മനസ്സ് നന്നായാൽ ലഭിക്കുന്ന ഗുണഗണങ്ങളാണ്. ഇവിടെ മനുഷ്യന്റെ മനസ്സ് നന്നാകാൻ പണ്ഡിതന്മാർ പറയുന്ന ചില പോയിന്റുകൾ പറയാം. അതിലൊന്ന് ഖിറാഅത്തുൽ ഖുർആൻ വ തദബ്ബുരിഹി. മനസ്സ് നന്നാകാനുള്ള മാർഗ്ഗം പറയുന്നത് കേട്ടോ.
ഖുർആൻ പാരായണം ചെയ്യുക, അതിനെപ്പറ്റി ആലോചിക്കുക. ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ അതല്ലേ. ഈ മാസത്തിൽ ഈ സന്ദർഭങ്ങളിലാണ് ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ലോകത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഖുർആനിനോട് നീതി പാലിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലേ. ഖുർആൻ പാരായണത്തിന് കൂലിയുണ്ട്. സ്വഹാബാക്കറാം പലരും പല നിലക്ക് റമദാൻ മാസത്തിൽ ഖുർആനുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ ദർസും മാറ്റിവെച്ചിട്ട്, ഇമാം മാലിക് റഹിമഹുള്ള പോലെയുള്ള ആളുകളെല്ലാം എല്ലാ ദർസും മാറ്റിവെച്ചിട്ട് ഖുർആൻ ഓതുവാൻ വേണ്ടി സമയം കണ്ടെത്തിയ കച്ചവടമൊക്കെ പൂട്ടി ഒരു മനുഷ്യനെ പറ്റി ഒരു പ്രസംഗത്തിൽ ഒരു സഹോദരൻ പറഞ്ഞു കേട്ടതാണ്. അഥവാ ഒരു മാസം വിളിച്ചിട്ട് ഈ മനുഷ്യ ഫോൺ എടുക്കണ്ട, റമദാനിലാണ്, കുടുംബത്തിൽ അന്വേഷിച്ചിട്ട് യാതൊരു വിവരമില്ല എന്നാണ്. കുടുംബത്തിൽ ഭാര്യയോട് ചോദിച്ചാൽ പള്ളിയിലുണ്ടെന്നാണ്. അങ്ങനെ റമദാനൊക്കെ കഴിഞ്ഞ് ആർനോമ്പ് കഴിഞ്ഞ് മനുഷ്യനെ കണ്ടപ്പോൾ പറഞ്ഞപ്പോൾ ഇയാളെന്താ പറഞ്ഞ പള്ളിയിലായിരുന്നു. അമാനി മൗലവിന്റെ തഫ്സീർ മുഴുവൻ വായിച്ചു തീർത്തു എന്നാ. ഏത് ആ പറയപ്പെട്ടൊരു മാസം കൊണ്ട് ഞാൻ നിങ്ങളായിരുന്നു ആ പണിയെടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ തഫ്സീർ മുഴുവൻ, ആ പരിഭാഷ മുഴുവൻ, അമാനി മൗലവിയുടെ പരിഭാഷ മുഴുവൻ വായിച്ച് തീർക്കാൻ ആ മാസം ഉപയോഗപ്പെടുത്തിയെന്ന. ഇങ്ങനെ എന്തെങ്കിലും ഒരു മേന്മ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഖുർആൻ പാരായണം എവിടെ എത്തി ചിന്തിച്ചിട്ടുണ്ടോ? ഒരായത്ത് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ? 12, 13, 14, 15 വർഷങ്ങൾ എടുത്തുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു പോലെയുള്ള ആളുകളെല്ലാം ആ സൂറത്തുൽ ബഖറ പഠിക്കുവാൻ വേണ്ടി അത്രത്തോളം സമയമെടുത്ത് വർഷങ്ങൾ എടുത്തിട്ട് അവർ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ ഒരായത്ത് നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുന്നത് തന്നെയാണെന്ന് ആയത്തിറങ്ങിയപ്പോൾ ഒട്ടകപ്പുറത്തു നിന്നും ബോധം കെട്ട് താഴേക്ക് വീണ സ്വഹാബാക്കറാമിന്റെ ത്യാഗോജ്വലമായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു താഴേക്ക് വീണിട്ട് നിരങ്ങി വന്ന് ചുമരിൽ പിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് വേച്ചു കൊണ്ടുപോയി. ആ ആയത്തിന്റെ ശക്തി കാരണം ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മധ്യചഷകത്തിന്റെ പുഴകൾ ഒഴുക്കിയിട്ട് അവിടെ നിന്നും കള്ളുഷാപ്പിൽ നിന്നും ഇറങ്ങി ഓടിയ സ്വഹാബാക്കറാമിന്റെ ചരിത്രം നമുക്ക് ത്യാഗം നൽകേണ്ടവയാണ്, ഓർമ്മപ്പെടുത്തേണ്ടവയാണ്. ഇങ്ങനെയൊക്കെ പരിവർത്തന വിധേയമാക്കിയ മഹത്തരമായ ഗ്രന്ഥം അത് കക്ഷത്ത് വെച്ചിട്ട് നടക്കുക. നമ്മൾ എന്ത് ലക്കും ലഗാനുമില്ലാത്ത നടത്തം. ആ ഖുർആനോട് ഒന്നുകിൽ നാളെ ഖുർആൻ ഹുജ്ജത്തൻ ലക ഔ അലൈക, നിനക്ക് അനുകൂലമോ നിനക്ക് പ്രതികൂലമോ ആയി വരും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അനുകൂലമാണോ പ്രതികൂലമാണോ? ഇന്നൽ ഖുർആന വസ്സിയാമ യശ്ഫആനി ലി അസ്ഹാബിഹി, ഖുർആനും നോമ്പും നാളെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് രാത്രി നമസ്കാരങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലോ ഓതിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാക്ഷി പറയുന്ന വേളകളുണ്ട്. വഖാല റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, തീർച്ചയായും ഈ ജനത, ഇത്തഖദു, ഇവർ സ്വീകരിച്ചിരിക്കുന്നു, ആക്കിയിരിക്കുന്നു ഖുർആനിനെ മഹ്ജൂറ, അപ്രപാളിയിൽ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് നാളെ പരലോകത്തിലേക്ക് പോകുന്നതിന്റെ കവാടമായിട്ടുള്ള ഖബർ, ഇന്നൽ ഖബറ അവ്വലു മൻസിലു മിൻ മനാസിൽ ആഖിറ, പരലോകത്തേക്കുള്ള പലഘട്ടങ്ങളിൽ ഒന്നാമത്തെ വട്ടകമായിട്ടുള്ള ആ ഖബറിൽ കിടക്കുന്ന വേളയിൽ പണ്ഡിതന്മാർ പറഞ്ഞു 4 ചോദ്യങ്ങളൊന്നും 3 ചോദ്യങ്ങളൊന്നും നമുക്ക് കാണാം. ആ 4 ചോദ്യങ്ങളിൽ 4ാമത്തെ ചോദ്യം മാ ഇൽമുക, എന്താണ് നിന്റെ അറിവ്? ഖറഅതു കിതാബക ആമൻതു വസദ്ദഖതു, റബ്ബേ, നിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു, അതിൽ ഞാൻ വിശ്വസിച്ചു, അതനുസരിച്ച് ജീവിച്ചു. പറയാൻ കഴിയോ നമുക്ക്? ഖുർആൻ ഒരാവർത്തി വായിച്ചു, അതിൽ ഞാൻ വിശ്വസിച്ചു, അതനുസരിച്ച് ജീവിച്ചു. പറയാൻ കഴിയോ? ഒരിക്കലും കഴിയുന്നില്ല. കഴിയണ്ടേ നമുക്ക്? ഖുർആനോട് നീതി പാലിക്കേണ്ട മേഖലയല്ലേ? മരിച്ച് ഖബറിലെത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ബർസബ എന്ന വടികൊണ്ട് നടുകുംപുറം അടിച്ച് പൊളിക്കും മലായിക്കത്തെ, ഒരു സംശയമല്ല. അലമുറയിട്ട് കരഞ്ഞാലും ശരി, അതിനുശേഷം പരലോകത്ത് മനുഷ്യൻ ഖേദിക്കും. മനുഷ്യൻ ഖുർആൻ പഠിക്കാത്തത് കാരണം, ദീന് പഠിക്കാത്തത് കാരണം 3 ഘട്ടങ്ങളിലാ ഖേദിക്കുക. ഒന്ന് മരിക്കുന്ന ഘട്ടം, മറ്റൊന്ന് ഖബറിൽ വെച്ചിട്ടാണ്, മൂന്നാമത്തേത് പരലോകത്ത് വെച്ചിട്ട്, നരകത്തിൽ വെച്ചിട്ട് മനുഷ്യൻ പറയും വഹും യസ്തരിഖൂന ഫീഹാ, അവർ അവിടെ വെച്ച് അലമുറയിട്ട് കരയും.
റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. റബ്ബേ, ഞങ്ങൾ ചെയ്യാതിരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ പഠനങ്ങളും എല്ലാ മനനങ്ങളും ഇനി ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇനി ഞങ്ങൾ അതിന് തയ്യാറാണ്. തടിമാനനായ ഒരു മനുഷ്യനെ പിടിച്ചിട്ട് സെക്കൻഡിലെ ഒരംശം നരകത്തിൽ മുക്കിയിട്ട് പുറത്തെടുത്തിട്ട് റബ്ബവനോട് ചോദിക്കുന്നുണ്ട്, ഈ നരകത്തിൽ നിന്നും ഈ ശിക്ഷയിൽ നിന്നും ഈ വേദനയിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിക്കാം, നീ എനിക്ക് പകരം എന്തു നൽകും? ആ മനുഷ്യൻ പറയും, റബ്ബേ, എന്റെ ദുനിയാവിലെ മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ പകരം തരാം, ഈ കഠോരമായ നരകത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം. പക്ഷേ വർത്തമാനം നടക്കുന്നത് പരലോകത്തെത്തിയതിനു ശേഷം രക്ഷല്ല. എന്തു കൊടുക്കാനും എന്തും പകരം തരാൻ തയ്യാറാവും, എന്തിനേയും കൊടുക്കാൻ തയ്യാറാവും. പക്ഷെ ഇന്ന് ചോദിച്ചാൽ ഒരാൾക്ക് കൊടുക്കൂല. ഒരാവശ്യം പറഞ്ഞാലോ എന്നും പിരിവാര് എന്ന് പറഞ്ഞതിനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരവസര. സ്വർഗത്ത് കിടക്കാൻ ഇന്ന് ചെയ്യാൻ പറ്റിയ കർമ്മങ്ങളിൽ ചിലപ്പോൾ ആ കർമ്മം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ഏതായാലും ആ നിലക്ക് മനുഷ്യന്മാർ അവിടെ വെച്ച്, റബ്ബേ, ഞങ്ങൾ ചെയ്യാതെ വിട്ടേച്ചു പോയ കർമ്മങ്ങൾ ഇനി ചെയ്തു കൊള്ളാന്ന് പറയും. അപ്പൊ അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഉറ്റാലോചിക്കുന്നവന് ഉറ്റാലോചിക്കുവാൻ വേണ്ടിയുള്ള ആയുസ് നിനക്ക് നൽകിയില്ലേ? 20 വയസ്സുകാരനല്ലേ, 30 വയസ്സുകാരനല്ലേ, 35 വയസ്സുകാരനല്ലേ, 40കാരനല്ലേ, 50കാരനല്ലേ, 60കാരനാക്കിയില്ലേ, 70കാരനാക്കിയില്ലേ? പ്രായപൂർത്തി കഴിഞ്ഞിട്ടുള്ള വർഷം, ആ വർഷങ്ങൾ നിനക്ക് ഉറ്റാലോചിക്കുവാൻ ഇത്രയും കാലം നൽകിയില്ലേ? 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യനോട് പിന്നൊരു ചോദ്യമല്ലെന്നാ. 60കാർ ഇവിടെ അല്ലേ, നാളെ പരലോകത്ത് വേറെ വർത്താനല്ലാന്നാ. കാരണം എന്താ? 60 വയസ്സ് കഴിഞ്ഞിട്ടോ ആ മനുഷ്യ സ്വർഗത്ത് കടക്കാൻ പറ്റിയ കർമ്മം ആ 60 വർഷം ജീവിച്ചിട്ട് ചെയ്തിട്ടില്ലേ? പിന്നെ എന്ത് വർത്താനം പറയാനാ മനുഷ്യനോട്? ഒരു വർത്താനമല്ല. നേരെ നടക്ക. ഹുദൂ, അവനെ പിടി, ഫഗുല്ലു, അവനെ ബന്ധിക്കൂ, സുമ്മൽ ജഹീമ സല്ലൂ, കത്തിയാൾ നരകത്തിലേക്ക് അവനതാ നീട്ടിയെറിയാൻ പറയും. ഒരു സംശയമല്ല. അതിന്റെ അർത്ഥം 60 ആകാത്തവരൊക്കെ രക്ഷപ്പെട്ടു എന്നോ? അതുമല്ല. എല്ലാവർക്കും കൃത്യമായ ചോദ്യങ്ങളും കാര്യങ്ങളും നാളെ പരലോകത്തുണ്ടാവുമല്ലോ. ഏതായാലും ആ മനുഷ്യന്മാർ അവിടെ വെച്ചുകൊണ്ട് അലമുറയിട്ട് കരയുന്ന കാഴ്ച. അവലം അമ്മിറുക്കുമായ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നോ? അല്ല ചോദിക്കും, മുന്നറിയിപ്പുകാർ വന്നില്ലായിരുന്നോ? ഫദൂഖൂ, അതുകൊണ്ട് ഇതാ ആസ്വദിച്ചുകൊള്ളൂ, രുചിച്ചുകൊള്ളൂ. അക്രമികൾക്ക് ഒരു സഹായവുമില്ല. ആ ഘട്ടം അവിടെ വെച്ച് കരയും മനുഷ്യന്മാരെന്ന്. മരിക്കണ സമയത്തും പറയുന്നുണ്ടല്ലോ, ഇനി ഞാൻ നല്ലോനായിക്കോളാം, സ്വതക്ക കൊടുത്തോളാം, നല്ല മനുഷ്യനായിക്കോളാം. മരണം ഇങ്ങനെ കണ്ണിലിങ്ങനെ, മരണം എന്ന് പറയുന്ന മലക്കിന് മൗത്തല്ല, മരണം എന്ന് പറഞ്ഞ ഒരു സംഭവ. അതിനെങ്ങനെ നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മരണത്തെ നമ്മളിങ്ങനെ കാണും കണ്ണിൽ. ആ നേരത്തെ മനുഷ്യന്റെ കണ്ണും കാര്യങ്ങളെല്ലാം മേപ്പൊട്ടും കീപ്പൊട്ടൊക്കെ ആയിട്ട് പുറത്തേക്ക് തുറിച്ചു പെരുമാറുന്ന അവസ്ഥകളെല്ലാം ഉണ്ടായിത്തീരുന്നു. ഏതായാലും ഈ നിലയ്ക്ക് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവേളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗൗരവപൂർവ്വം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നന്മയിലേക്ക് ക്ഷണിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയവും അതിനെപ്പറ്റി ഉറ്റാലോചിക്കുന്ന വിഷയവും ആലോചിക്കുക. ഒരായത്ത് കേട്ടാൽ, ഒരു ഹദീസ് കേട്ടാൽ അതിനെപ്പറ്റി ചിന്തിക്കുക. എന്താ പറയണത്, എന്താണ് പറഞ്ഞത്, എന്താണ് അതിന്റെ ആശയങ്ങൾ, എന്തൊക്കെയാണ് അതിന് നമുക്ക് ചെയ്യാനുള്ള അമലുകൾ, എന്തൊക്കെയാണ് ആ വിഷയത്തിൽ നിന്നൊക്കെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു ഖുതുബ കേട്ടാൽ പൊടി തട്ടി എണീറ്റ് പോരല്ലേ നമ്മൾ? ഒരു ക്ലാസ് കേട്ടാൽ അങ്ങനല്ലേ? ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കർമ്മം കണക്കെ എല്ലാ കൊല്ലം നടക്കണ ഇഫ്താർ അങ്ങനെ ഇഫ്താർ ഒരു ക്ലാസ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും. അതെല്ലാ കാലത്തുണ്ട്. എന്നും വീട്ടിലാണ്, ഇന്ന് പള്ളിയിലാണ്. ഈ ഒരു അവസ്ഥയിലല്ല. എന്നും പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും വിധേയമാകേണ്ടവരാണ് നമ്മൾ. ഒരു മനുഷ്യന്റെ എല്ലാ ദിവസവും ഒരേപോലെ ആകരുത്. തിങ്കളാഴ്ച പോലെ ആകരുത് ചൊവ്വാഴ്ച, ചൊവ്വ പോലെ ആകരുത് ബുധൻ. ഓരോ ദിവസം അപ്ഡേറ്റഡ്, മാറ്റങ്ങൾ പുതുക്കി പുതുക്കി മാറി മാറി ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ നന്മകളും പുതിയ പുതിയ സുന്നത്തുകളുമായിട്ട്. പ്രവാചകന് ഒരു ദിവസം ആയിരക്കണക്കിന് സുന്നത്തുകൾ ഉണ്ടെങ്കിൽ ഒരു നമസ്കാരത്തിൽ ആ സുന്നത്തുകൾ ഒറ്റയടിക്ക് എടുക്കാൻ കഴിയോ? നിസ്കാരത്തിന് സുന്നത്തുകളില്ല. അപ്പൊ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ റക്അത്തിൽ ഓരോന്നോരോന്നും ആ നിലയ്ക്ക് മാറ്റി മാറ്റി ഇങ്ങനെ വന്നിട്ട് എന്നും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഉണ്ടായിത്തീരണം എന്നർത്ഥം. ഖിറാഅത്തുൽ ഖുർആൻ വ തദബ്ബുരിഹി. പിന്നുള്ളത് ഖലാഉൽ ബത്തൻ, മനസ്സുണ്ടാകാനുള്ള ഒരു മാർഗ്ഗമാണ്. ഖലാഉൽ ബത്തൻ, വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാല്
റമദാനി മാത്രമല്ല അല്ലാത്ത കാലത്തും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അയ്യാമുൽ ബീദൊക്കെ നോമ്പുകളൊക്കെ ഉണ്ടല്ലോ, നോമ്പുകളൊക്കെ എടുക്കുക. അതാണ് ഖലാഉൽ ബത്തൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പെടുക്കുക. നോമ്പിലൂടെ മനുഷ്യന്റെ മനസ്സന്നാക്കാൻ കഴിയും. പ്രായപൂർത്തിയായിട്ട് കല്യാണം കഴിക്കാം, പക്ഷേ ആ നിലക്കുള്ള കഴിവില്ലാത്ത ആളോട് പറഞ്ഞത് അലൈക ബിസ്സൗം, ഈ നോമ്പ് നോൽക്കുക. ഫഇന്നഹു അഗ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, ലൈംഗിക വിശുദ്ധിക്കും കണ്ണിന് താഴ്ത്താനും ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോമ്പ് ജീവിതത്തിൽ നമ്മളൊരു ഭാഗമാക്കി തീർക്കാം. ഇപ്പൊ രാത്രിയൊക്കെ നമ്മൾ ഇബാദത്തുകൾ കഴിഞ്ഞ് അത്താഴം കഴിച്ചു, വലിയ വലിയ ഇത്ര ചൂടുണ്ടായിട്ടും നമ്മയൊക്കെ സംബന്ധിച്ച് എത്ര യാത്രകൾ ചെയ്യുന്ന ആളുകളാണ്. ധാരാളം യാത്രകൾ, മണിക്കൂറുകളോളം യാത്ര ചെയ്താലും ഒരു ക്ഷീണം നമ്മെ അലട്ടാത്ത രൂപത്തിൽ പ്രത്യേകമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് പരിശുദ്ധ റമദാൻ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒരു കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നോമ്പ് അതിന് തുല്യമായി വേറൊന്നുമില്ല. അത്രയും മഹത്തരമായ ഒരു സംഗതിയാണ് ഒരു ഇബാദത്തായിട്ടുള്ള പരിശുദ്ധ റമദാനിലെയും അല്ലാത്ത കാലത്ത് നോമ്പുകൾ എന്ന ഓരോരുത്തരും മനസ്സിലാക്കാം. അടുത്തത് ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരങ്ങൾ. ആ നമസ്കാരം റബ്ബുമായിട്ടുള്ള മുനാഖാത്തും മുനാജാത്തുമായിട്ടുള്ള നമസ്കാരം, അത് രാത്രി നമസ്കാരമാണെങ്കിലോ ഖിയാമുൽ ലൈൽ ആണെങ്കിലും ഖിയാമു റമദാൻ ആണെങ്കിലും തറാവീഹ് ആണെങ്കിലും വിത്റാണെങ്കിലും തഹജ്ജുദ് ആണെങ്കിലും ആ റബ്ബിനോട് അടുക്കാനുള്ള ഏറ്റവും മഹത്തരമായ കാര്യം, ഫർള് കഴിഞ്ഞാൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രതിഫലാർഹമായ കാര്യം രാത്രി നമസ്കാരമായിട്ടാണല്ലോ പരിചയപ്പെടുത്തിയത്. ആ രാത്രി നമസ്കാരം റമദാനിൽ മാത്രമല്ല അല്ലാത്ത കാലത്തും വിത്റായിട്ടോ 1 റക്അത്തോ 3 റക്അത്തോ 5 റക്അത്തോ 7 റക്അത്തോ 9 റക്അത്തോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ ആ നിലക്ക് നിസ്കരിക്കുന്ന വേളകളിൽ റബ്ബുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ അത് സാധിക്കുന്നു. നല്ല മനസ്സുള്ളവനും മാത്രമേ ആ സമയത്ത് എഴുന്നേൽക്കാനും അങ്ങനെ ഇബാദത്തെടുക്കാനും കഴിയുകയുള്ളൂ എന്ന സത്യവും നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് പിന്നെ പറയുന്നത് തള്ളറോ ഇൻ ദ സുബൂറ, അഥവാ അത്താഴത്തിന്റെ സമയത്ത് വിനയം കാണിക്കാം. നോമ്പിനൊക്കെ ആ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് വിനയാന്വിതനായിട്ട് എല്ലാ മനുഷ്യന്മാരും കിടന്നുറങ്ങുന്ന സമയത്ത് ആ മനുഷ്യൻ ആ സമയത്ത് എഴുന്നേറ്റിട്ട് ആ അത്താഴം കഴിക്കുന്ന, അത് ചെറിയതായിട്ടാവാം കനത്തിലാവാം ഏതുമാവാം, ആ കഴിക്കുന്ന വേളയിൽ ആ എടുക്കുന്ന 10ഓളം സുന്നത്തുകൾ 4ഓളം സുന്നത്തുകൾ 6ഓളം സുന്നത്തുകളെല്ലാം നമുക്ക് ലഭിക്കത്തക്ക സാഹചര്യങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാവുന്നു. അതെല്ലാം എടുത്ത് വിനയത്തോടുകൂടി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു. 4 മണിക്കൊക്കെ അലാം വെച്ചിട്ട് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് ഇബാദത്തുകളിലേക്ക് മുഴുകുന്ന മനുഷ്യന്റെ ആ വിനയം, അത് സന്മനസ്സുള്ളവർക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെയുള്ളതോ നല്ല ആളുകളുമായിട്ട് സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് ഒരു സഹവർത്തിത്വം ഉണ്ടാവുക, കൂട്ടുകൂടുക എന്നർത്ഥം. നല്ല മനുഷ്യന്മാരുമായിട്ട് കൂട്ടുകൂടുക, ഇൽമുള്ള ആളുകളുമായിട്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി കൂഫി പറഞ്ഞല്ലോ, കുൻ ആലിമൻ, ഒന്നുകിൽ നിങ്ങൾ പണ്ഡിതനാകണം, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ അധ്യാപകനാവണം, ഔ മുസ്തമിഅൻ, ഒന്നുകിൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം, ഔ മുഹിബ്ബൽ ഇൽമ്, അറിവിനെ നിങ്ങൾ സ്നേഹിക്കണം, വലാ തകുൻ ഖാമിസ, നിങ്ങൾ അഞ്ചാമനാവരുത്. ആരഞ്ചാമൻ? പട്ടു ജാഹിലാകരുത്. ഒന്നുകിൽ നമ്മൾ പണ്ഡിതനാകാം, നമ്മളെ കൊണ്ട് കഴിഞ്ഞോളുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? അധ്യാപകനാവുക. നമ്മളിൽ പലരും അധ്യാപകരാവാം. ഇനി അതിനും കഴിയുന്നില്ലെങ്കിലോ കേൾവിക്കാരനാവാം. ഇപ്പൊ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി ഇതൊന്നും നമുക്ക് പണ്ഡിതനാകാനും കഴിയൂല, സംസാരിക്കാൻ കഴിവില്ല എന്ന കേട്ടിരിക്കാം. ഇനിയോ അതിനും കഴിയില്ലേ, അപ്പം എന്ത് ചെയ്യാം? അതിന് വേണ്ട സൗകര്യങ്ങൾ, ഇപ്പൊ QHLS-ന്റെ ഒരു ക്ലാസ് അടക്കാണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു തിരക്കുണ്ട്, പക്ഷെ നമ്മൾ നേരത്തെ വരിക, എന്നിട്ട് കസേരയും അവിടെ അതിന് വേണ്ട സൗകര്യങ്ങൾ ബോർഡും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ബന്ധപ്പെട്ടവരോട് പറയാ, ഇന്ന് ഞാൻ ലീവാണ്, പക്ഷെ എല്ലാ അറേഞ്ച്മെന്റ്സ് ഞാൻ നടത്തിയിട്ടാണ് ഞാൻ പോണത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവുക. മുഹിബ്ബൽ ഇൽമ്, അറിവിനെ സ്നേഹിക്കാം, പക്ഷെ പടു ജാഹിലാകാൻ പാടില്ല. അറിവ് കൂടുന്തോറും നമ്മൾ വിനയം കൂടുതൽ വേണ്ടത്. പഠിക്കണം, അറിയണം, ധാരാളം, മരണം വരെ നമുക്ക് പഠിക്കാനുണ്ട്. ഭൗതിക വിദ്യാഭ്യാസമല്ല, അതല്ലാത്ത ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഊടും പാവും നൽകുന്ന അറിവുകൾ ധാരാളം നേടാനുണ്ട്. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയോ? ആയത്തുൽ കുർസി കാണാതെ എല്ലാവർക്കും അറിയോ? ആമന റസൂൽ എല്ലാം അറിയോ? അർത്ഥസഹിതം അറിയുന്നവരാണ് നമ്മൾ, ആശയം അറിയുന്നവരാണ് നമ്മൾ. അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. ഈ പള്ളിയിലേക്ക് ഇന്ന് പ്രവേശിച്ചപ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹു അഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് വലത് കാല് വെച്ചിട്ടാണോ ഈ പള്ളിയിൽ കയറിയത്? ആലോചിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കുറേ പുണ്യങ്ങളില്ലേ? അറിഞ്ഞാൽ നമ്മളിത് ചെയ്യണം. എന്താണോ ലഭിച്ച അറിവ് അതനുസരിച്ച് അതുകൊണ്ട് അമല് ചെയ്യുകയും ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുക, അവരുമായിട്ടുള്ള സഹവർത്തിത്വം.
നല്ല കൂട്ടുകാരനെയും ചീത്ത കൂട്ടുകാരനെയും പ്രവാചകൻ ഉപമിച്ചല്ലോ. അതിൽ നല്ല കൂട്ടുകാരൻ അത്ര വിൽപ്പനക്കാരനെ പോലെയെന്ന. അത്ര വിൽപ്പനക്കാരൻ ചെന്നാൽ ഇവിടെ നിന്ന് പുരട്ടും, അല്ലുണ്ട് ആ മസ്കരിച്ചാൽ തിരക്കടില്ല, കുഴപ്പമില്ല, ഇത് റൊമാൻസാണ്, ഇത് തിരക്കടില്ല, പിന്നെ ഇത് ഏതാണ്, അങ്ങനെ ഓരോന്ന്. അവസാനം ഈ ചങ്ങാതിൻ്റെ അടുത്ത് നമ്മൾ വീട്ടിൽ എത്തുമ്പോഴേക്കും ആകപ്പാടെ ഒരു സുഗന്ധപൂരിതം അല്ലേ. എന്നാലും കൊല്ലപ്പണിക്കാരൻ്റെ ആലയിൽ പോയിരുന്നാലോ അവിടെ പുകയുണ്ടാവും, കുറെ ചുമക്കും, അത് കഴിഞ്ഞ് കണ്ണിലും നീറ്റല് ഓരോ തീപ്പൊരി പാറിയിട്ട് വസ്ത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ വല പോലത്തെ ഓട്ടകളുണ്ടാവും, കരി ഉണ്ടാവും. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞ് എവിടുന്ന് അജി വരുന്നു ചോദിച്ചാൽ നമ്മൾ ഒന്നും പറയാണ്ടാവില്ല. കാരണം എന്താ, കൊല്ലപ്പണിക്കാരൻ്റെ ആലയിലായിരുന്നത്. ആ ഇരുന്നത് കൊണ്ട് നമുക്ക് ലഭിച്ചത്. അങ്ങനെ നല്ല കൂട്ടുകാരൻ നമുക്ക് ലഭിക്കൽ എന്താണ്? സുഗന്ധവും നന്മയും നേട്ടങ്ങളുമാണ്. ചീത്ത കൂട്ടുകാരനാവട്ടെ നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. ഫല്യന്നുർമയ്യു ഹാലിൽ. അതുകൊണ്ട് ഓരോരുത്തരും നോക്കട്ടെ ആരുമായിട്ട് കൂട്ടുകൂടണം എന്ന കാര്യം. തപസ്സിലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അവിടെ നല്ല ആളുകളോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാൻ നമ്മോട് പറഞ്ഞു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഉംറക്ക് പോയ ആളോട്, ഹജ്ജിന് പോകുന്നവരോട്, ആ നിലയ്ക്ക് പോകുന്ന ആളുകളോട്, നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ്സിന് പോകുന്നവരോടുള്ള പ്രാർത്ഥന നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ എന്ന് പറയുക. നല്ല ആളുകളുമായിട്ടുള്ള സഹവർത്തിത്വത്തിന്റെ ഭാഗമായിട്ട് ആ പ്രാർത്ഥനയും ആ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് നല്ലതാണ്. അതും മനസ്സ് നന്നാകാനുള്ളതാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചിലത് ഞാനിന്ന് പറഞ്ഞു പോവുകയാണ്. അള്ളാഹുവിന് വേണ്ടി നമ്മൾ ജീവിക്കുക എങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവും. മനസ്സിന് വെളിച്ചം അള്ളാഹു ഇട്ട് തരും. എല്ലാവരുടെ മനസ്സിലൊരു വെളിച്ചമുണ്ടാവും. ആ വെളിച്ചത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്. അത് തിന്മ ചെയ്യുമ്പോൾ മാറി നിന്നേക്കാം, വ്യഭിചാരം ചെയ്യുമ്പോൾ ആ ഈമാൻ മാറി നിൽക്കും. അത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തിരിച്ചു തരുമ്പോഴാണ് കുറ്റബോധം ഉണ്ടായിത്തീരുന്നത്. ആ വെളിച്ചം ഈമാനാകുന്ന വെളിച്ചം നമുക്ക് ലഭിക്കണം. അതും മനസ്സ് നന്നാകാനുള്ള മാർഗമാണ്. ഉപകാരപ്രദമായ അറിവ് നമ്മൾ നേടണം. അതും മനസ്സ് നന്നാകാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ആരാധനകൾ ധാരാളമായിട്ട് നമ്മൾ ചെയ്യുക, അതും മനസ്സ് നന്നാകാനുള്ള മാർഗമാണ്. പിന്നെയുള്ളതോ അദ്കാറുകൾ, ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നതും നമ്മുടെ മനസ്സ് നന്നാകാനുള്ള മാർഗമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ചെയ്യാം. മസ്ജിദ് നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ ഇരുന്ന് 1,50,000 പ്രതിഫലം ലഭിക്കുന്ന പുണ്യകരമായ നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ഞാൻ ശ്രേഷ്ഠത കാണുന്നത് ഒരു മനുഷ്യന്റെ ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആലോചിക്കുകയാണ് നിങ്ങൾ, ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകണം, വാഹനം വേണം, ആളും വേണം, നമ്മൾ കൂടെ പോവുക, ആ മനുഷ്യന്റെ കൂടെ പോവുക, അത് പുണ്യകരമായിട്ടാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ആ നിലക്കുള്ള മഹത്തരമായ പള്ളിയിലിരുന്ന് എത്തിക്കാഫിൽ നേടുന്ന ആ പുണ്യകർമ്മത്തേക്കാൾ, ഒരു നേരത്തെ നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ലക്ഷക്കണക്കിനുള്ള പ്രതിഫലത്തേക്കാൾ, 50,000 പ്രതിഫലത്തേക്കാൾ, 1000കണക്കിന് പ്രതിഫലത്തേക്കാൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരാളെ ഹജ്ജിന് പോകാൻ വേണ്ടി കാശ് റെഡിയാക്കി വെച്ചപ്പോഴാണ് തൊട്ടയൽപ്പക്കത്തെ തന്റെ ഏറ്റവും നല്ല സുഹൃത്തിന്റെ മകൾക്ക് ഒരു അത്യാവശ്യം, രോഗസംബന്ധമായിട്ട് അത്യാവശ്യമായിട്ട് കാശ് കൊടുക്കാം. ഈ ഹജ്ജിന് പോകുന്ന കാശ് എടുത്ത് ഇതിലേക്ക് ചെലവഴിച്ചാലോ റബ്ബിന്റെ അടുക്ക് ചിലപ്പോൾ അതായിരിക്കാം ഏറ്റവും മഹത്തരം. ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി പുറപ്പെടുക എന്നുള്ളത് മനസ്സ് നന്നാകാനുള്ള കാര്യമാണ്. ധൈര്യമുണ്ടാകുക, എല്ലാത്തിനും ഒരു യഖീനും ധൈര്യം നമുക്കുണ്ടാവണം. അതും മനസ്സ് ഒരു പേടിയും വേണ്ട, ഒരു ദുഃഖവും വേണ്ട. ആ നിനക്ക് ഒരു ആശ്വാസ വചനം, നമുക്ക് ധൈര്യം, ഈമാന്, അതിന്റെ പരിപ്രേക്ഷ്യം മനസ്സുകളിലും ചിന്തകളിലും ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടമാണ്. പിന്നെയുള്ളതോ തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അനാവശ്യത്തിന് എല്ലാത്തിനും പോയി തലയിടുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. സന്മനസ്സുള്ളവർക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല. അനാവശ്യങ്ങളിൽ പോയി തലയിട്ടിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളല്ല ആ യഥാർത്ഥത്തിൽ ഈ നിലക്കുള്ള ആളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതൊക്കെ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും ചിന്തകളും എല്ലാം മലീമസമായി ആ മാലിന്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടിയിട്ട് നല്ല രൂപത്തിൽ ആയിത്തീരുവാൻ സാധിക്കുകയുള്ളൂ. മലീമസമായ അന്തരീക്ഷത്തിൽ നിന്നും ഏറ്റവും നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് മനസ്സുകൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും പെരുമാറ്റം കൊണ്ടും കേൾവി കൊണ്ടും നടത്തം കൊണ്ടും മോഹങ്ങൾ കൊണ്ടുമെല്ലാം നമുക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമാണ് തഖിയായ നഖിയായ ലാഗില്ല വല ഹസദ, അസൂയയില്ലാത്ത, പകയില്ലാത്ത, ഉദ്ദേശമില്ലാത്ത, ആ നിലക്ക് ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും തഖ്വയുള്ള മഹ്മൂമുൽ ഖൽബ്,
അത്തരത്തിലുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഒരാളോടും അസൂയ പാടില്ല, മക്കളോട് പാടില്ല, ഉമ്മാനോട് പാടില്ല, അയൽവാസിയോട് പാടില്ല, നാട്ടുകാരോട് പാടില്ല, മറ്റേതെങ്കിലും സാമ്പത്തികമായി കുറച്ച് കഴിവുള്ള ആളോട് പാടില്ല. ഒരാളോടും ഒരു പകയും പാടില്ല, ഒരു അസൂയയും പാടില്ല, ഒരു വിദ്വേഷം പാടില്ല, ഒരു മതക്കാരോട് വിദ്വേഷം പാടില്ല. അൽ ബുഗ്ദുബില്ല അസുഖ്തുബില്ല. കോപം അള്ളാന്റെ പേരിൽ, പക അള്ളാന്റെ വിഷയത്തിൽ. അതല്ലാതെ മറ്റൊരു വിഷയത്തിലും അങ്ങാ നിലക്കുള്ള പകയോ വിദ്വേഷമോ വ്യക്തികൾ തമ്മിൽ ഉണ്ടാക്കാൻ പാടില്ല, അസൂയയും പാടില്ല, ഒന്നും പാടില്ല. അങ്ങനെയുള്ള നല്ലൊരു ജീവൻ നയിക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് മാത്രമാണ് തഖിയായ, നഖിയായ, അതുപോലെ തന്നെ സലീമായ, മുത്മഇന്നായ ഹൃദയത്തിന്റെ ഉടമകളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. അത്തരക്കാരായ ആളുകളിൽ അള്ളാഹു നമ്മെയും ഒരുമിച്ച് ചേർത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അള്ളാഹു മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മാസത്തിൽ ഈ ദിനരാത്രങ്ങൾ നമ്മൾ ചെയ്തു വരുന്ന ഖുർആൻ പാരായണവും സദഖകളും സക്കാത്തുകളും ഇനി വരാനിരിക്കുന്ന ഫിത്ർ സക്കാത്തുകളും അതുപോലെ തന്നെയുള്ള ധാരാളം സൽക്കർമ്മങ്ങൾക്കും രാത്രി നമസ്കാരങ്ങളും ഖിയാമുൽ ലൈലും ഖിയാമുർ റമദാനും അതുപോലെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നോമ്പ് തുറപ്പിക്കലും എല്ലാം നോമ്പ് നമ്മൾ തുറക്കുന്നതും എല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിച്ച് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്ന നമ്മുടെ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് ഐസ്സത്തും ആത്യന്തിക വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ധാരാളം അധ്വാനങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ച ധാരാളം ആളുകളുണ്ട്. ഇതിന് ഇപ്പോഴും പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അതിൽ ഭാഗവക്കാകുന്ന എല്ലാവർക്കും അല്ലാഹു അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിനും അല്ലാഹു സ്വർഗ്ഗ പോകാനും ആക്കി തീർക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ റമദാനിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ നോമ്പ് ശുപാർശ പറയുന്ന വേളയിൽ അല്ലാഹു നമുക്ക് അനുകൂലമായ ശുപാർശക്കായി അവരെ ഏൽപ്പിക്കുമാറാവട്ടെ. കുടുംബത്തിൽ അല്ലാഹു ശാന്തി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഫ്റിൽ المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله.